എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഗുഡ് മോർണിംഗ് പറയുന്നെങ്കിലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീഡിയോ വരുവുള്ളേ. അപ്പം ഗുഡ് ഈവനിങ് കൂടെ പറഞ്ഞേക്കാം. രാവിലെ എണീറ്റ് ഞാൻ എൻ്റെ ബെഡും കാര്യങ്ങളൊക്കെ എല്ലാം ഒതുക്കി പെറുക്കി വെച്ചിട്ട് ഇന്നത്തെ പണിയിലേക്ക് കയറുവാണ്. അതിന് മുന്നേ ബൈബിളൊക്കെ ഒന്ന് വായിച്ചു. കാരണം മിക്ക ദിവസം രാവിലെ എണീറ്റ് വരുമ്പോൾ ഭയങ്കര ഒരു മൂഡ് ഓഫ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഏക ആശ്വാസം തരുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഈ ബൈബിൾ വായന മാത്രമാണ്. ഒറ്റയ്ക്ക് നിൽക്കുന്നതിൻ്റെ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, എനിക്കറിയാം. എല്ലാവർക്കും കാണും, എന്നെപ്പോലെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും കാണും. പിന്നെ ഇവിടെ നമ്മുടെ എംപ്ലോയറെ മൂഡും രീതി എല്ലാം അനുസരിച്ചിരിക്കും നമ്മുടെ മൂഡും. രാവിലെ പുറത്ത് ഇറങ്ങി വാതിൽ തുറന്ന് നോക്കിയപ്പം ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട്, മഴ പെയ്യുന്നുണ്ട്, തൂളുന്നുണ്ട്. ഞാൻ പിന്നെ നേരത്തെ എണീറ്റ് സലാഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. കാരണം ഞാൻ പറഞ്ഞല്ലേ, ചില ദിവസം എയറായിട്ട് മാത്രം ചിലപ്പോൾ 8 മണിക്ക് 8:30 9 മണിയൊക്കെ എണീറ്റ് വരും. അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റിട്ട് ഒരു 7:30 7:45 8 മണി എണീറ്റ് വെച്ച് ഞാനും ഈ സലാഡും മുട്ടയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കും. ഇന്ന് അമ്മാമ്മയ്ക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാനത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് പിന്നെ അമ്മാമ്മനെ എങ്ങനെയൊക്കെയോ കുത്തി പൊന്തിച്ച് എണീപ്പിച്ചു. ഞാനും ഒരുങ്ങി 11:30 ആയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഞാൻ അമ്മാമ്മനെയും കൂട്ടി ഇറങ്ങിയേ. ഒരു 10-15 മിനിറ്റ് നടക്കാൻ അമ്മാമ്മയ്ക്ക് ഭയങ്കര മടിയാണ്. പിന്നെ എന്തെന്നാ പറയുക, ഉന്തിത്തള്ളി എങ്ങനെയെങ്കിലുമൊക്കെ സോപ്പിട്ട് വേണം നടത്താനേ. അപ്പം നമ്മുടെ സംസാരിക്കുന്ന രീതി എന്താ പറയുന്നത്, ഒട്ടും എൻ്റെ അമ്മാമ്മനെ സംബന്ധിച്ച് ഒട്ടും എന്താ പറയുന്നത് ഒരു മാറരുത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ പുള്ളിക്കാരോട് സംസാരിക്കണേ. കാരണം പുള്ളിക്കാരി എൻ്റെ മുഖഭാവം എൻ്റെ മൂഡ് മാറിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഭാവവും മാറും. അതുകൊണ്ട് എത്രത്തോളം സോഫ്റ്റായിട്ട് സംസാരിക്കാൻ പറ്റുമോ അതുപോലൊരു കൊച്ചിനെ പോലെ വേണം നോക്കാൻ ശരിക്കുമേ. അങ്ങനെ അതിനെയും കൂട്ടി എന്താ പറയുന്നത് ഇവിടെ എത്തി. ഇന്ന് ഹെയർ കളറിംഗ് ഉണ്ട്. 11:30 അപ്പോയിൻമെൻറ്റ്. അതവിടെ കളർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ എടുക്കും കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. എന്തായാലും ഞാൻ ഇന്നലെ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നതുകൊണ്ട് പിന്നെ അടുക്കളപ്പണി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. സാമ്പാറും മെഴുക് പുരട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അമ്മാമ്മയ്ക്കുള്ള ഫുഡും ഞാൻ പെട്ടെന്ന് തന്നെ ചൂടാക്കി. അപ്പോൾ ഏകദേശം ഒരു 2 മണി സമയമായിട്ടുണ്ട്. കാരണം ഇതിനൊന്ന് കാണിച്ചു തരാം. എപ്പം ഞാൻ പാത്രം എടുക്കുന്നു അപ്പം ഗുണഗുണേന്ന് പറഞ്ഞുകൊണ്ട് ഈ പൂച്ച ഇവിടെ കിടന്ന് കാർച്ച തുടങ്ങുമേ. അപ്പോൾ എന്തെങ്കിലും ചിക്കൻ്റെ പീസോ മീറ്റിൻ്റെ പീസോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഹാപ്പിയായി. അതായത് ഒരു ശീലമായിപ്പോയേ. അങ്ങനെ ഞാനും ഫുഡൊക്കെ എടുത്ത് വെച്ചു. അമ്മാമ്മനെ വിളിച്ച് ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ചില ദിവസം ഫുഡ് കഴിച്ചാൽ പോയി കിടന്ന് ഉറങ്ങിക്കോളും. പക്ഷെ ഇപ്പോൾ ആരോ പറയുന്ന കേട്ട് ഉച്ചയ്ക്ക് കിടക്കുന്നത് ഹെൽത്തിന് നല്ലതല്ലാന്ന്. അതുകൊണ്ട് ഇങ്ങനെ കുത്തിയിരിക്കും ആ സോഫയിലെ മണിക്കൂറോളം കുത്തിരിക്കും. കുറേ കഴിയുമ്പോൾ പറയും, അയ്യോ എനിക്ക് വേദന എടുക്കുന്നു, എനിക്കിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അപ്പോൾ ഇച്ചിരി കിടക്കുവാണെങ്കിൽ നമുക്കൊരു ആശ്വാസമാണ്. പക്ഷെ ഇന്നത്തെ രീതി കണ്ടിട്ട് കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ ഇന്നത്തെ ദിവസം അങ്ങനെയായിരുന്നേ. അടുത്തൊരു വീഡിയോ കാണാവേ.